എല്ലാവർക്കും ജോളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ സാമ്പാറാണ്. സാമ്പാർ പല നാടുകളിൽ പല രീതിയിലാണ് വെക്കുന്നത്. ഇത് തേങ്ങ അരയ്ക്കാതെ ഉണ്ടാക്കുന്ന സാമ്പാറാണ്, നാടൻ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചു, അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് ഞാൻ വെണ്ടയ്ക്ക, ഇത് മുരിങ്ങയ്ക്ക, ഇത് വെണ്ടയ്ക്ക, തക്കാളി ഈ കണക്കിന് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് നമുക്കിപ്പോൾ വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും കൂടെ വാരി വിടണം എണ്ണയിലേക്ക്. വെണ്ടയ്ക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. നന്നായിട്ട് വെണ്ടയ്ക്ക കഴുകി തോർത്തിയിട്ട് ശേഷം എടുത്തിടാവും. ഇത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഈ പരുവത്തിന് മൂപ്പിച്ചെടുക്കണേ. വെണ്ടയ്ക്കൊക്കെ നല്ല ഒരു മറുവും കളർ പോലെയൊക്കെ നല്ലോണം മൂത്ത് മുരിങ്ങയ്ക്ക് അധികമായി. ഇനി അതിലോട്ട് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി പെട്ടെന്ന് വഴണ്ട് വരുമേ. ഈ കഷ്ണത്തിലോട്ട് ഒരു കുറച്ച് ഉപ്പ്, നമ്മൾ കഷ്ണത്തിൽ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ടാൽ ഈ പരുവത്തിന് തക്കാളിയും വഴണ്ട് വന്നു. ഇനി കുഴഞ്ഞു പോകരുത്, തക്കാളി വെന്താണ് ഇതുപോലെ കിടക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു ചെറിയ ഒരു കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. 1.5 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി 1.5 സ്പൂണ്, ഈസ്റ്റൻ്റെ സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടി 100 ഗ്രാം ഉണ്ട്. ഈ 100 ഗ്രാമും ഞാൻ ഇടുകയാണ്, കാരണം എനിക്ക് 2 കിലോ പച്ചക്കറിയുടെ സാധനം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 കിലോ ഐറ്റമാണ് സാമ്പാർ വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് തട്ടിയാൽ മതി. ഞാനിത് ഫുള്ള് തട്ടുന്നു. ഇത് ഈ പരുവത്തിന് നന്നായി പച്ചമണമൊക്കെ മാറി എണ്ണയിലിട്ട് വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഒന്ന് അല്പനേരം തിളയ്ക്കാൻ വയ്ക്കും. ഇതുപോലെ അരപ്പെല്ലാം നല്ലോണം തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടി എടുത്ത് ഇടാം. കുക്കറിലോട്ട് തുറക്കണേ. കുക്കറിനകത്ത് പച്ചക്കറി എല്ലാം ഞാൻ വേവിച്ച് വെച്ചു. ഞാൻ ഒരുമിച്ച് കലത്തിലല്ല വേവിക്കുന്നത്, ഞാൻ സെപ്പറേറ്റ് കുക്കറിലാണ് കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കുന്നത്. ഇതിനകത്തിട്ട കഷ്ണങ്ങൾ വെള്ളരിക്കയുണ്ട്, കുമ്പളങ്ങയുണ്ട്, അമരപ്പയറുണ്ട്, ക്യാരറ്റുണ്ട്, മത്തങ്ങയുണ്ട്, പരിപ്പുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളിയും ഒരു സവാളയും. എല്ലാ ചേരുവയും കൂടെ ഈ അരപ്പിലോട്ട് നമ്മൾ ഒഴിച്ചു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഞാൻ കഷ്ണങ്ങളിലെല്ലാം ഇട്ട് വേവിച്ചത് കൊണ്ട് കറക്റ്റാണ് ഞാനിട്ട ഉപ്പ്. പിന്നെ നമ്മൾ കഷ്ണം വഴറ്റിയപ്പോഴും ഇട്ടു. അപ്പോൾ എൻ്റെ കണക്കിന് ഓക്കെയാണ്. നിങ്ങൾ വെക്കുമ്പോൾ ഉപ്പ് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ബാക്കിയുള്ള ഐറ്റവും കൂടി ഞാൻ കാണിച്ചു തരുന്നതാണ്. സാമ്പാർ ഇതുപോലെ തിളച്ചു മറിയുന്നു. ഇനി ഇതിലോട്ട് നമുക്ക്
പുളി വാളംപുളിയാണേ. ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. കുറച്ച് മതി കേട്ടോ. അതിനെ ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. കായം കായം കുറച്ചിങ്ങനെ തട്ടിക്കൊടുക്കുക. കായം തിളച്ചതിന് ശേഷം ഇടാവൂ. അല്ലെങ്കിൽ കട്ടക്കായമാണെങ്കിൽ നമ്മൾ കഷ്ണത്തിലിട്ടങ്ങ് വേവിക്കുക. അപ്പോൾ അത് അലിഞ്ഞിഞ്ഞ് പോരും. പൊടിയാണെങ്കിൽ ഇതുപോലെ തിളച്ചതിന് ശേഷം ഇടാവേ, ഇല്ലെങ്കിൽ ഇതിനകത്ത് കട്ടയായിട്ട് അവിടെ കിടക്കും. ഇതിലോട്ട് കുറച്ച് മല്ലിയില നന്നായി കഴുകി മണ്ണൊക്കെ കളഞ്ഞ് വെച്ചിരുന്ന സാധനമാണ്. ഇതുപോലെ അരിഞ്ഞോ പൊട്ടിച്ചോ എങ്ങനെ വേണോ നിങ്ങൾക്ക് ഇടാം. എൻ്റെ കൂടി 2 കരിയാപ്പിലയും. ഇനി ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കി നമുക്ക് ചട്ടി ഓഫ് ചെയ്തിട്ട് കടുക് വറുക്കാം. കടുക് വറുക്കാൻ പോവുകയാണേ. ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നേരത്തെ നമ്മൾ ഇതൊക്കെ വഴറ്റാൻ വേണ്ടി എണ്ണ എടുത്തതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. എണ്ണയൊന്നും കോരി ഒഴിച്ച് സാമ്പാറിന് ടേസ്റ്റ് കൂട്ടണ്ട. അതിൻ്റെ പൊടി ഐറ്റംസും എല്ലാം ചേർത്ത് ആണ് സാമ്പാറിന് ചേരുപൊടി കൂട്ടാൻ. ചേരുവിനനുസരിച്ച് ആണ് ടേസ്റ്റ് കൂടുന്നത്. അല്ല എണ്ണ ഒഴിച്ചാലും ടേസ്റ്റ് കൂട്ടരുത്. എല്ലാവരും വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാൻ നിൽക്കും. അത് വേണ്ട. അതിൻ്റെ അകത്തുള്ള മെയിൻ സാധനങ്ങളെല്ലാം ചേർത്ത് സൂപ്പർ ഒരു സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എണ്ണ ഇല്ലാതെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്ന ഒരു ഡിഷാണ് സാമ്പാർ. കടുക് അത് മൂത്ത് വരുമ്പോൾ ചെറിയ ഉള്ളി ഇങ്ങനെ ഈ പരുവത്തിന് അരിഞ്ഞത് അതും കൂടി അതിലോട്ട് ഇടുക. വറ്റൽ മുളകൊക്കെ എത്രയേ ഉള്ളൂ. ഇതിലോട്ട് ഇത്രയും ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ പൊടിച്ചത് ആഡ് ചെയ്യാം. മുഴുവനാണെങ്കിൽ ഇതുപോലെ കടുവിൽ കൂടി വറുത്ത് ആഡ് ചെയ്യാം. സാമ്പാറിന് കായവും ഉലുവയും മെയിനാണ്. അത് നമ്മൾ വിട്ടു പോകരുത്. രണ്ടും കാര്യമായി ചേർത്ത്. അതുപോലെ പുളി, തക്കാളി കൂടുതൽ ഇടുന്നെങ്കിൽ പുളിയുടെ ആവശ്യം വരില്ല. തക്കാളി കുറവുണ്ടെങ്കിൽ അതനുസരിച്ച് ഇത്തിരി പുളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കരിയാപ്പല, സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ നമുക്ക് ഇഡ്ഡലി, ദോശ, ചോറ് എല്ലാ ഐറ്റത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് സാമ്പാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബർ തരിക.